ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാത്തനാട് പാലത്തിൻ്റെ മുകളിൽ നമ്മൾ പിടച്ച് കയറുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുഞ്ഞുസി നമ്മൾ പാലത്തിൽ കയറാൻ പോണല്ലേ? നമ്മൾ പാലത്തിൽ കയറാൻ പോണ്. കുഞ്ഞുസി കയറിട്ടുണ്ടോ അതിന് മുന്നേ? സച്ചമ്മ മാത്രം കയറാത്തുള്ളൂ. അങ്ങനെ കയറാൻ പറ്റുമോളാ? ഹലോ ഗായ്സ്, ഞങ്ങളുടെ ചാത്തനാട് പാലത്തിൻ്റെ മുകളിലാണ് ഞങ്ങൾ. അങ്ങനെ ഞാനും കിങ്ങിനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വലിഞ്ഞ് കയറി നമ്മൾ പാലത്തിന് മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ നാളായിട്ട്, അതായത് നമ്മുടെ അനിയന്മാരും അതുപോലെ കസിൻസും അതുപോലെ കുറേ ചേട്ടന്മാർ അവരിവിടെയൊക്കെ പാലത്തിന് മുകളിൽ നിൽക്കുന്ന കുറച്ച് പോസ്റ്റൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ അതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നോട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു പാലത്തിന് മുകളിൽ കയറാൻ. നമ്മുടെ നല്ലൊരു പാലം വന്നു, ഇത്രയും വരെയൊക്കെ ആയി. ഫുള്ളായിട്ട് മുട്ടിച്ചിട്ടൊന്നുമില്ല, നമുക്ക് മര്യാദക്കൊന്നും കയറാൻ പറ്റത്തില്ല. എന്നാൽ പോലും അവർക്ക് കയറാമെങ്കിൽ എന്നാൽ പിന്നെ ഞങ്ങൾക്കും കയറിക്കൂടെ? അതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ കാണാനായിട്ട് നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇന്ന് ഞങ്ങൾ കയറി. ഇതിപ്പോൾ ഞങ്ങൾ 2-3 ആഴ്ചയായിട്ടുള്ള പ്ലാനുണ്ട്. 2-3 പറയാൻ പറ്റില്ല, ഏകദേശം 1 മാസമായിട്ടുണ്ടാകും പാലത്തിൻ്റെ മുകളിൽ കയറണം എന്നും പറഞ്ഞിരുന്നത്. പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞുസം ഇങ്ങനെ ഒരിക്കൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ മുകളിൽ കയറിയത്. അപ്പോൾ ഇതേ നമ്മൾ സാധാരണ വഞ്ചിയും അതുപോലെ വഞ്ചിക്കാരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ നമ്മുടെ പാലത്തിന് മുകളിൽ നിന്നുള്ള ഈ ഒരു വ്യൂ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെന്താ പറയുക, പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ ഈ പാലം പണി തുടങ്ങിയതിന് ശേഷം തൊട്ട് ഈ അടുത്ത് വരെ മരിച്ചു പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. കാരണം പാലം പണി പൂർത്തിയാവുന്നത് കാണുകയോ അതുപോലെ അതിൻ്റെ മുകളിൽ നിന്ന് കയറാനായിട്ട് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടായിരുന്നിരിക്കണം. ഇപ്പം മരിച്ചു പോയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം ഉണ്ടാകുന്നുള്ളൂ, പക്ഷേ വേറെ ഒന്നുമല്ല, ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ട് ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് കയറണമെന്ന്. നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് പാലമല്ല, അപ്പോൾ അങ്ങനെ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് മരിച്ചു പോയ ഒരുപാട് പേരുണ്ട്. ഇപ്പം എൻ്റെ 2 വല്യച്ഛന്മാരാണെങ്കിലും അവർക്കൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാണ്. അപ്പോൾ അവരെല്ലാം മനസ്സിലോർത്തുകൊണ്ട് അവരെയൊക്കെ ഞാൻ ഇങ്ങനെ അവർക്കും കൂടി ഉള്ളൊരു ഇതായിട്ടുള്ള രീതിക്കാണ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ അമ്മച്ചിക്ക് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അമ്മയ്ക്ക് ഇത്രയും റിസ്ക് എടുക്കൊന്നും കയറാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് അമ്മച്ചി വന്നില്ല. പിന്നെ ഞങ്ങളാണ് പിന്നെ ദേ ഇവിടെ എന്ന് പറയുന്നത്, ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുക്കാൻ നോക്കിയായിരുന്നപ്പോൾ ഞാനത് ഷോർട്സൊന്നും ഇട്ടില്ല. പിന്നെ നോക്കി എൻ്റെ മുടി കുറച്ചും കൂടി തിക്കായിട്ട് തോന്നുന്നുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടില്ല, എൻ്റെ എന്താ പറയുക ഹെയർ കെയറിൻ്റെയൊക്കെ ആയിരിക്കും. അതായത് ഇടയ്ക്കൊന്ന് ഹോട്ട് ഓയിൽ ചെയ്യുന്നതും അതുപോലെ ഹെന്ന ചെയ്യുന്നതൊക്കെ മുടിക്ക് നല്ലതാണ്. അപ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ ഞാൻ ഇത്ര നാൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ഇപ്പോൾ ഈ ഒരു വീഡിയോ അങ്ങനെ ബാക്ക് വ്യൂ കണ്ടപ്പോഴേക്കും എൻ്റെ മുടി കുറച്ച് തിക്കായിട്ടുള്ള പോലെ എനിക്ക് തോന്നിയായിരുന്നു. അങ്ങനെ പിന്നെ എന്താ പറയുക, അപ്പോൾ കുഞ്ഞൂസ് നല്ല അലമ്പായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, കുഞ്ഞൂസിന് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് പേടിയാണ്, കുഞ്ഞൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോഴേക്കും നമുക്ക് ടെൻഷനായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു 1/4 മണിക്കൂർ നമ്മൾ എന്തായാലും പാലത്തിന് മുകളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5:15 ആയപ്പോഴേക്കും നമ്മളിവിടെ നിന്ന് പോയി. ഒരു 6:15 6:20 സംതിങ് ആയപ്പോഴേക്കും നമ്മൾ തിരിച്ച് വീട്ടിലോട്ടെത്തി. കാരണം കുഞ്ഞുസിന് കുറേ കാറ്റ് ഇതിൻ്റെ കൊള്ളാൻ പാടില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ ഈവനിങ് വ്ലോഗ് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യണേ.